സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന് $300 ബില്യൺ കൂടി കിട്ടും എന്ന് വെച്ചാൽ 25 ലക്ഷം കോടി രൂപ. അന്തിമ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറാന്റെ പരമാധികാരത്തിൽ അമേരിക്ക ഇടപെടുകയുമില്ല. ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ വന്നവർ ഇറാന് പണവും അംഗീകാരവും നൽകുന്ന അഭിമാനകരമായ കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ട്രംപ് എന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുകയാണ് ഇറാൻ. ട്രംപിന്റെ നാക്കിന് പൂട്ടിട്ട് ഇങ്ങനെ വരുതിയിലാക്കാൻ മനഃശാസ്ത്രജ്ഞരുടെ സഹായവും ഇറാൻ തേടിയെന്ന കൗതുകകരമായ വിവരങ്ങളും പുറത്തുവരികയാണ്. സ്വകാര്യ നിക്ഷേപമായാണ് ഈ പടുകൂറ്റൻ ഫണ്ട് ഇറാനിലേക്ക് എത്തുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യുദ്ധക്കെടുതികൾക്കുള്ള നഷ്ടപരിഹാര തുക തന്നെയാണ് ഇത്. മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന $24 ബില്യൺ പുറമെയാണ് ഈ ഒരു വലിയ തുക കൂടി ഇറാനിലേക്ക് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ ഇറാൻ ചോദിച്ചതെല്ലാം ട്രംപ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ കൊടുക്കാൻ ട്രംപ് നിർബന്ധിതരായി എന്നും വിലയിരുത്താം. എങ്ങനെയെങ്കിലും ഹോർമൂസ് തുറക്കാൻ, യുദ്ധം നിർത്തി ഊരിപ്പോകാൻ ഇറാന്റെ എല്ലാ ഡിമാൻഡുകളും പല രൂപങ്ങളിൽ അംഗീകരിക്കുകയാണ് ട്രംപ് എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണണം. എന്തായാലും $300 ബില്യൺ കാര്യം നാണക്കേട് കരുതി ട്രംപ് നിഷേധിക്കുമ്പോഴും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഈ ഫണ്ട് സംബന്ധിച്ച ചില സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ റോയിറ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല 14 ധാരണാപത്രത്തിലെ പൂർണ്ണ വിവരങ്ങൾ അൽ അറേബ്യയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ നേട്ടമായി അന്തിമ കരാർ മാറും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. യുദ്ധത്തിന് മുന്നേ ഉള്ളതിനേക്കാൾ ഇറാൻ ശക്തി ആർജിക്കും. ഇത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ കലിപ്പിനുള്ള പ്രധാന കാരണവും. ഇറാനുമായി ബന്ധപ്പെട്ട് പുതിയതായി വരുന്ന കാര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി പോകാം. ആദ്യം $300 ബില്യൺ കാര്യം പറയാം. ഈ ഫണ്ട് അമേരിക്കയോ മറ്റേതെങ്കിലും സഖ്യകക്ഷിയോ ഡയറക്റ്റായി നൽകുന്ന പണമല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇറാൻ ഭരണകൂടത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സ്വകാര്യ നിക്ഷേപമായാണ് ഫണ്ട് രാജ്യത്തേക്ക് എത്തുക. 300 ബില്യണിൽ $150 ബില്യൺ തുകയുടെ നിക്ഷേപം ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 60 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അന്തിമ കരാർ ഒപ്പുവെച്ച ശേഷം മാത്രമേ ഈ നിക്ഷേപം വരികയുള്ളൂ എന്നതാണ് വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് പറയുന്നത്. അമേരിക്ക, ഗൾഫ് അറബ് രാജ്യങ്ങൾ, ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ സ്വകാര്യ കമ്പനികളാണ് ഇറാനിൽ പണം നിക്ഷേപിക്കാൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. ഇതിൽ സർക്കാരുകളുടെ പണമോ ഗ്രാൻറ്റുകളോ ഉൾപ്പെടുന്നില്ല എന്നതാണ് സോഴ്സുകൾ വ്യക്തമാക്കിയത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, യുദ്ധ നഷ്ടപരിഹാരമായി ഇറാൻ ആദ്യം അമേരിക്കയോട് $400 ബില്യൺ ആണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. എന്നാൽ ആ നിർദ്ദേശം അമേരിക്ക ആദ്യം മുതലേ അംഗീകരിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഈ പണം നൽകിയാൽ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലും അമേരിക്കയുടെ പ്രതിച്ഛായയിലും വലിയ നഷ്ടമുണ്ടാക്കും, ട്രംപിന് വലിയ നാണക്കേടുമാകും. ചർച്ചകളിൽ ഈ ആവശ്യം അമേരിക്ക പലതവണ തള്ളിയിട്ടും ഇറാൻ വീണ്ടും ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ഇറാൻ ആ നിലപാടിൽ നിന്ന് പിന്മാറിയില്ല. തുടർന്ന് ഖത്തറാണ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന പുതിയ ആശയം മുന്നോട്ട് വെച്ചത് എന്നാണ് സൂചന. തുടർന്നാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുകയും ഒരു അന്തിമ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഈ $300 ബില്യൺ യുദ്ധ നഷ്ടപരിഹാരമോ പുനർനിർമ്മാണത്തിനുള്ള സർക്കാർ സഹായമോ അല്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഫലത്തിൽ ഈ തുക ഇറാനുള്ള യുദ്ധ നഷ്ടപരിഹാരം തന്നെയാണ് എന്നാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. കാരണം ഊർജം, ഗതാഗതം, ഉൽപാദനം തുടങ്ങിയ മേഖലകളിലാണ് ഈ ഫണ്ടിലൂടെ പ്രധാനമായും നിക്ഷേപം വരുന്നത്. മാത്രമല്ല തകർന്നു കിടക്കുന്ന റിഫൈനറികൾ, വിമാനത്താവളങ്ങൾ, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിന് മറ്റു രാജ്യങ്ങൾ വായ്പകളായോ അല്ലെങ്കിൽ ക്രെഡിറ്റായോ പണം നൽകുന്ന രീതിയും ഈ ഒരു നിധിയിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാം, ഇറാനിലെ ഈ മേഖലകളെ, ഞാൻ നേരത്തെ പറഞ്ഞ മേഖലകളെയാണ് ഇസ്രയേലും അമേരിക്കയും യുദ്ധത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അങ്ങനെ ബോംബിട്ട് തകർത്ത സ്ഥലങ്ങൾ ശരിയാക്കാൻ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് എത്തിക്കുന്ന നിക്ഷേപമായാണ് യഥാർത്ഥത്തിൽ ഈ $300 ബില്യൺ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ആ നിലയ്ക്ക് ഇത് യുദ്ധ നഷ്ടപരിഹാരം തന്നെയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ നികുതി പണം നൽകിയില്ല എന്ന് സ്വന്തം ജനങ്ങളോട് ട്രംപിനും കൂട്ടർക്കും പറയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഈ ഒരു പടുകൂറ്റൻ ഫണ്ടിലൂടെ അവർക്ക് കഴിയും. അതിനാൽ ഈ നിക്ഷേപവും അമേരിക്കയ്ക്ക് മേൽ ഇറാന്റെ മറ്റൊരു തന്ത്രപരമായ വിജയം തന്നെയാണ് എന്ന് വിലയിരുത്താം. ഈ നിക്ഷേപ നിധിക്ക് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതുമായോ ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികൾ വിട്ടുകൊടുക്കുന്നതുമായോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായോ യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു സ്വതന്ത്രമായ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്.
60 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമുള്ള അന്തിമ കരാർ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ ഫണ്ട് നിലവിൽ വരികയുള്ളൂ എന്നതാണ് റോയിറ്റേഴ്സ് എടുത്തു പറയുന്ന കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യമാണ് നമുക്കറിയാം ഇറാൻ. 4ാമത്തെ എണ്ണ ശേഖരമുള്ള രാജ്യവുമാണ് ഇറാൻ. വലിയൊരു വ്യവസായ അടിത്തറയും 9.2 കോടിയിലധികം വരുന്ന യുവജനങ്ങളും ഇറാനിലുണ്ട്. പക്ഷേ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും കുതന്ത്രങ്ങളിലൂടെ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ കാരണം വിദേശ നിക്ഷേപങ്ങളൊന്നും കാര്യമായി ഇറാനിലേക്ക് വന്നിരുന്നില്ല. ആകെ നിക്ഷേപം വന്നിരുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും മാത്രമാണ്. പക്ഷെ അതെല്ലാം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളായിരുന്നു. ഇതിനെല്ലാം അന്തിമ സമാധാന കരാർ ഒപ്പിടുന്നതോടെ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ ഇറാന് അവരുടെ പ്രധാന വരുമാന മാർഗമായ കരുതൽ എണ്ണയും പ്രകൃതിവാതകവും അന്താരാഷ്ട്ര വിപണിയിൽ സ്വതന്ത്രമായി വിൽക്കാൻ കഴിയും. ഇനി അമേരിക്കയും ഇറാനും തമ്മിൽ വെള്ളിയാഴ്ച ഒപ്പുവെക്കാൻ പോകുന്ന 14 ധാരണാപത്രത്തിലെ വിവരങ്ങളിലേക്ക് പോയാൽ, ഇത് അൽ അറേബ്യയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 1ാമത്തെ ധാരണാപത്രത്തിലെ 1ാമത്തെ വ്യവസ്ഥ പശ്ചിമേഷ്യയിൽ ആകെ യുദ്ധം അവസാനിപ്പിക്കൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2, ഇറാന്റെ പരമാധികാരത്തെ മാനിക്കൽ, ഒപ്പം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കൽ. 3, അന്തിമ കരാറിനായി 60 ദിവസം ചർച്ച നടത്തും. ഉഭയസമ്മതപ്രകാരം ഈ സമയപരിധി നീട്ടും. അതായത് ഒരുപക്ഷെ 60 ദിവസം കൊണ്ട് തീരുമാനമായില്ല എങ്കിൽ ഈ സമയപരിധി നീട്ടുമെന്ന് ഇപ്പോഴത്തെ ധാരണാപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അമേരിക്കൻ ഉപരോധം പിൻവലിക്കലും സൈനിക പിന്മാറ്റവുമാണ് 4ാമത്തെ ധാരണാപത്രത്തിലെ 4ാമത്തെ പോയിന്റ്. ഈ ധാരണാപത്രം ഒപ്പുവെച്ച ഉടൻ അമേരിക്ക ഇറാനെതിരെയുള്ള നാവിക ഉപരോധം നീക്കും. പരമാവധി 30 ദിവസത്തിനുള്ളിൽ കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കണം. അത് ഇറാനാണ് ചെയ്യേണ്ടത്. അന്തിമ കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനകം ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്ന് അമേരിക്ക ഉറപ്പു നൽകുന്നു. 5ാമത്തെ പോയിന്റിലേക്ക് വന്നാൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കും എന്നതാണ്. കടലിലെ മൈനുകൾ നിർവീര്യമാക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഇതും ഇറാനാണ് ചെയ്യേണ്ടത്. 6ാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച $300 ബില്യൺ യുദ്ധ നഷ്ടപരിഹാരമാണ്. ഇറാന്റെ സാമ്പത്തിക വികസനത്തിനും പുനരധിവാസത്തിനും ഇരുപക്ഷവും സമ്മതിച്ച സമഗ്ര പദ്ധതി അമേരിക്കയും അവരുടെ പ്രാദേശിക പങ്കാളികളും ചേർന്ന് തയ്യാറാക്കും. ഇതിനായി കുറഞ്ഞത് 25 ലക്ഷം കോടി രൂപയുടെ ധനസഹായം ഉറപ്പാക്കും. അന്തിമ കരാറിന്റെ ഭാഗമായി ഈ പദ്ധതി നടപ്പാക്കാനുള്ള രീതികൾ 60 ദിവസത്തിനകം രൂപീകരിക്കും എന്നാണ് ഈ 6ാമത്തെ പോയിന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇത് യുദ്ധ നഷ്ടപരിഹാരം തന്നെയാണ്. 7ാമത്തെ പോയിന്റ് ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കലാണ്. അന്തിമ കരാറിന്റെ ഭാഗമായി നിശ്ചയിക്കുന്ന സമയക്രമം അനുസരിച്ച് ഇറാനെതിരെ നിലവിലുള്ള എല്ലാത്തരം ഉപരോധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. UN സുരക്ഷാ കൗൺസിൽ, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്നിവയുടെ പ്രമേയങ്ങളും അമേരിക്ക ഏകപക്ഷീയമായി ഏർപ്പെടുത്തിയ പ്രൈമറി, സെക്കൻഡറി ഉപരോധങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടും. 8ാമത്തെ പോയിന്റ് ആണവ വിരുദ്ധ നിലപാടുകളും ആണവ ചർച്ചകളുമാണ്. 9ാമത്തെ പോയിന്റ് നിലവിലെ അവസ്ഥ നിലനിർത്തലാണ്. അന്തിമ കരാർ ആകുന്നതുവരെ ഇരു രാജ്യങ്ങളും നിലവിലെ അവസ്ഥ തുടരും. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിലവിലുള്ള പരിധി കവിയില്ല. അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ മേഖലയിൽ തങ്ങളുടെ സൈനിക ബലം കൂട്ടുകയോ ചെയ്യില്ല. 10ാമത്തെ പോയിന്റ് എണ്ണ കയറ്റുമതിക്കുള്ള ഇളവുകൾ. ധാരണാപത്രം ഒപ്പുവെച്ച ഉടൻ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുന്നതുവരെയുള്ള കാലയളവിലേക്ക് ഇറാന്റെ ക്രൂഡ് ഓയിൽ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കും ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഗതാഗതം തുടങ്ങിയ അനുബന്ധ സേവനങ്ങൾക്കും US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഇളവുകൾ അനുവദിക്കും. 11ാമത്തെ പോയിന്റ് മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുനൽകലാണ്. അത് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് ഈ 60 ദിവസത്തെ ചർച്ചകളുടെ ഒരു പുരോഗതി കണക്കിലെടുത്ത് ഈ സ്വത്തുക്കൾ, മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കും. 12ാമത്തെ പോയിന്റ് അന്തിമ കരാറിന്റെ വിജയകരമായ നടത്തിപ്പും ഭാവിയിലെ സുതാര്യതയും നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു മേൽനോട്ട സംവിധാനം രൂപീകരിക്കും എന്നതാണ്. 13ാമത്തെ പോയിന്റ് തുടർച്ചയായ ചർച്ചകൾ നടക്കും. അതായത് ധാരണാപത്രം ഒപ്പുവെച്ച ശേഷവും ഉറപ്പുകൾ പാലിക്കപ്പെട്ട ശേഷവും അന്തിമ കരാറിനായി തുടർച്ചയായ ചർച്ചകൾ നടത്തുമെന്ന് ഇരു രാജ്യങ്ങളും ഈ ധാരണാപത്രത്തിലൂടെ സമ്മതിക്കും. 14ാമത്തെ പോയിന്റ് അന്തിമ കരാറിന് UN സുരക്ഷാ കൗൺസിലിന്റെ നിയമപരമായ പ്രമേയത്തിലൂടെ അംഗീകാരം നൽകും. ഇതാണ് ഇറാനും അമേരിക്കയും ഒപ്പുവെക്കാൻ പോകുന്ന ധാരണാപത്രത്തിലെ വിവരങ്ങൾ എന്നാണ് അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനമായി ട്രംപിനെ വരുതിയിലാക്കാൻ ഇറാൻ പ്രയോഗിച്ച ചില തന്ത്രങ്ങളുടെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. അതിലൊന്ന് മനഃശാസ്ത്രജ്ഞരുടെ സഹായമാണ്. ട്രംപിന്റെ പ്രവചനാതീതമായ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കാനും സ്വാധീനിക്കാനുമാണ് ഇറാൻ അങ്ങനെ ചെയ്തത് എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ മാധ്യമമായ ട്രോപ്പ് സൈറ്റാണ്
ഈ അസാധാരണമായ നയതന്ത്ര നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ട്രംപിന്റെ മാനസികാവസ്ഥ വിലയിരുത്തി മധ്യസ്ഥർ വഴി അദ്ദേഹത്തിന് കൈമാറുന്ന സന്ദേശങ്ങളുടെ ഭാഷയും ഘടനയും ക്രമീകരിക്കാനാണ് മനഃശാസ്ത്രജ്ഞരെ ഇറാൻ നിയോഗിച്ചത്. വളരെ ബുദ്ധിപരമായ നീക്കമാണ് അത് ഇറാൻ അതിലൂടെ നടത്തിയത് എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ട്രംപിന്റെ ചില പ്രതികരണങ്ങളെ സൈക്കോപാത്തിക് പെരുമാറ്റ രീതിയായി വിലയിരുത്തിയ ഇറാൻ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മൂഡ് മാറ്റങ്ങളെയും പ്രവചനാതീതമായ സ്വഭാവങ്ങളെയും പ്രതിരോധിക്കാൻ മനഃശാസ്ത്രജ്ഞരുടെ ഉപദേശം തേടുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഔദ്യോഗിക ചർച്ചാ സംഘത്തിൻ്റെ ഉപദേശക സമിതിയിലേക്ക് ഈ മനഃശാസ്ത്ര വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഉള്ള നീക്കം നടത്തിയത്. മനഃശാസ്ത്രജ്ഞരുടെ നിർദ്ദേശപ്രകാരം സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയതോടെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അനുകൂലവും ക്രിയാത്മകവുമായ പ്രതികരണങ്ങൾ കിട്ടിയതായി ഒരു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്ന് ഈ ട്രോപ്പ് സൈറ്റ് പറയുന്നു. അതായത് ട്രംപിൻ്റെ വട്ടുകളെ ഇറാൻ ബുദ്ധിപൂർവ്വം പിടിച്ചുകെട്ടി എന്നാണ് ഇതിനെക്കുറിച്ച് മുതിർന്ന നയതന്ത്ര വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യം. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. ഇസ്രയേൽ അതിന് ചുക്കാൻ പിടിച്ചു, അമേരിക്കയെ കൂട്ടുപിടിച്ചു. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഒരുമിച്ച് ആക്രമണം നടത്തി. ഇറാന്റെ പ്രതിരോധത്തിലും പോരാട്ട വീര്യത്തിലും തട്ടി, അതായത് ഈ ആക്രമണ ലക്ഷ്യങ്ങളെല്ലാം തട്ടി അത് കറങ്ങിത്തിരിഞ്ഞ് ഇറാന് അന്താരാഷ്ട്ര അംഗീകാരവും ഗൾഫ് രാജ്യങ്ങളുമായി മികച്ച ബന്ധവും സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു കരാറായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാഴ്ച. തങ്ങളുടെ ഭരണകൂടത്തെ തകർക്കാൻ വരുന്നത് ആരായാലും, അതിപ്പോൾ അമേരിക്ക ആയാലും, അവരെ ഏത് നിലയ്ക്കും കൈകാര്യം ചെയ്യും, പിടിച്ചുകെട്ടും എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ഇറാന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാന് ഇത് ഒരു ശക്തിയാർജിക്കൽ സമയമാണ്, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് എന്ന് തന്നെ വിലയിരുത്താം. ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആയത്തുള്ള അലി ഖൊമേനിയെ പോലെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു, നിരവധി സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെട്ടു, നിരവധി മനുഷ്യർ അവിടെ മരിച്ചു വീണു. പക്ഷേ ഇറാന്റെ പോരാട്ട വീര്യം അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.